നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിയെ ഷൗക്കാർ ജാനകി എന്ന തമിഴ് സിനിമാ നടി നമ്മുടെ മലയാള സിനിമയിൽ മമ്മൂട്ടിയെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. മഹതി അന്തരിച്ചായിട്ട് ഇവർ അറിയുന്നു. അവർ ആത്മാവിന് നിത്യശാന്തി അതുകൊണ്ട് CPM-ന് ഇന്ത്യയിൽ സംഭവിച്ച മൂലച്യുതിയുടെയും തന്മൂലമുണ്ടായ തകർച്ചയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് മുൻപായിട്ട് പതിവില്ലാതെ ഹിന്ദു തീവ്രവാദികൾ മുസ്ലിം ലീഗിനെ പേരെടുത്ത് വിമർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ഉണ്ടായില്ല. അതിനർത്ഥം അങ്ങനെ മുസ്ലിം ലീഗിനെ പേരെടുത്ത് വിമർശിക്കുമ്പോൾ സിമ്പതി തോന്നി മുസ്ലിം സമുദായത്തിലെ പ്രത്യേകിച്ച് സമ്പന്നന്മാർ കുറേ പേര് കൂടി ബാക്കിയുണ്ട്, അത് മുസ്ലിമിലേക്ക് പോകണം. അങ്ങനെ ആ മുസ്ലിം എന്നുള്ള ആ ഒരു വേർതിരിവ് മാറ്റി ലീഗിലൂടെ നിർത്തി ബാക്കിയെല്ലാം ഹിന്ദു ഗ്രൂപ്പായിട്ട് മാറ്റാനുള്ള ഒരു വലിയ മനഃശാസ്ത്രമുണ്ട്. അത് ഈ തങ്ങന്മാർക്കോ കുഞ്ഞാക്കോ പോലും മനസ്സിലാകുന്നുണ്ടോ? നാളിതുവരെയും സംഘപരിവാർ ഉൾപ്പെടെയുള്ള തീവ്രവാദി വർഗീയ പാർട്ടികൾ, ഫാസിസ്റ്റുകൾ മുസ്ലിം ലീഗിൻ്റെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല. ഇപ്പം ആ വിമർശനം തുടങ്ങി. നീ മുസ്ലിം ലീഗിനിട്ട് കൊട്ടിയാൽ മാത്രമേ ഇവിടെ ഹിന്ദുത്വത്തിന് വളരുള്ളൂ എന്നുള്ള പോയിൻ്റാണ്. കലക്കി കുളം പിടിക്കാറ്. അപ്പം ഇനി എല്ലാം കലക്കുക, ഇനി ഒന്നിനെ ഒഴിവാക്കണ്ട. അത് വലിയൊരു ശാസ്ത്രീയ തത്വമാണ്, വലിയൊരു ഫിലോസഫിയാണ്, വലിയ മനഃശാസ്ത്രമൊക്കെ ശരിയാണ്. നിങ്ങൾ മണ്ടന്മാരെ ചിത്രീകരിക്കും BJP സംഘപരിവാറിനെ, പക്ഷേ അതിൽ ബുദ്ധിജീവികളുണ്ട്, എല്ലാവരും മണ്ടന്മാരൊന്നുമല്ല. ഏതായാലും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതാ പറഞ്ഞത്. മറ്റൊന്ന്, ഈ നബിദിനം ആഘോഷിക്കണോ വേണ്ടിയോ ആഘോഷത്തെ കുറിച്ചൊക്കെ ചില മുസ്ലിം പോക്കറ്റുകളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസം കുറേ നാളായി. അമിതമായ പ്രാധാന്യം കൊടുത്ത് നബിദിനത്തെ ആഘോഷിക്കുക, നബിദിനു വേണ്ടി പ്രചരണം നടത്തുക എന്നുള്ളതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ നോർമൽ രീതിയിൽ പ്രവാചകൻ ജനിച്ച ദിനം ആഘോഷിക്കുന്നത് മറന്നുപോയ പ്രവാചകരെക്കുറിച്ചും ഇസ്ലാമിക മൂല്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഉണർത്തി എടുക്കാനും ഓർമ്മിപ്പിച്ചെടുക്കാൻ നല്ലതാണ്. അപ്പോഴിവിടെ ലക്ഷ്യം നോക്കണം. പേരും പെരുമയ്ക്ക് വേണ്ടിയാണോ അതോ യഥാർത്ഥ മുസ്ലിം സ്നേഹം കൊണ്ടാണോ നോക്കണം. അങ്ങനെ ചെറിയ രീതിയിലേക്ക് ആഘോഷം തെറ്റില്ലെന്നാണ് ഞങ്ങളിപ്പോൾ. അത് എതിർപതി രണ്ട് വിഭാഗം, ഒന്ന് മുസ്ലിം, ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദുമാണ്. രണ്ടിൻ്റെ പോക്കിൽ ചില ദുരൂഹതകളും ചില അപാകതകളുണ്ട്. ഒന്ന്, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്രത, ഒരു തീവ്ര സ്വഭാവമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ ജാതിയോടുള്ള അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനോടുള്ള തീവ്രത. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം കൊടുത്തു 80 കാലഘട്ടത്തിൽ. ഒരാവശ്യമില്ല. അതൊന്നും ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു വിഷയമില്ല. 90 ശേഷമൊക്കെയാണ് വർഗീയക്കുറിച്ച് കുത്തിപ്പോയി, അല്ലെ ബാബരി മസ്ജിദ് പൊളിച്ച. അപ്പോൾ സംഘപരിവാർ ഇസ്ലാമിന് അന്ത്യവും ഇന്ത്യയിൽ തന്നെയാണ്. വല്ല ആവശ്യമുണ്ടോ? അതിൽ ഒരു തീവ്ര സ്വഭാവമാണ്. മുജാഹിദുകൾ, ജമാഅത്തും അതെ. അവർക്ക് ഗ്രൂപ്പിന് മാത്രമേ ഒരു സഹായിക്കുള്ളൂ, വളരുള്ളൂ. സുന്നികൾക്ക് അങ്ങനെയില്ല. എല്ലാവരും എല്ലാ ഗ്രൂപ്പ് മുസ്ലിങ്ങളും ഒരു പരിധി വരെ അവർ ഉൾക്കൊള്ളും. പക്ഷേ ഈ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദുണ്ടല്ലോ, മുജാഹിദിൻ്റെ ഒരു നേതാവ് പറയാണ്, ഒരു പള്ളിപ്പള്ളി ചെന്നാൽ അത് നമുക്ക് നേട്ടം. മുജാഹിദ് പള്ളി കൊടുത്താൽ നമുക്ക് നേട്ടമുള്ളൂ. ആ മനുഷ്യർക്ക് എത്ര കണ്ട് അർത്ഥശൂന്യമാണ്, വികാര തീവ്രത അല്ലെങ്കിൽ ഗ്രൂപ്പിസമാണെന്ന് പറയും. ഇസ്ലാമിലെ മുസ്ലിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. എല്ലാ മുസ്ലിങ്ങളും ഒന്നായിട്ട് കണക്കാക്കണ്ടേ. അത് ജമാഅത്തിനും ഉണ്ട് ആ ഒരു ഇത്. അപ്പോൾ അവരെ ഒന്നും അല്ല. ഏതാണ്ട് ഇന്ത്യൻ ജനസംഖ്യയിൽ 1% പോലും മുസ്ലിങ്ങൾ ഇന്നിപ്പോൾ ജമാഅത്തിലും മുജാഹിദിലില്ല. അതുപോലെ ഫാസിസ്റ്റുകൾ ഹിന്ദു സമുദായത്തിൽ 1% പോലും RSS പ്രവർത്തകരില്ല. ഇതൊക്കെ എന്താ വെച്ചാൽ ഇന്ത്യൻ ജനത അങ്ങനെ മതത്തിനോ സംഘടിതമായ ചിന്താഗതിക്കൊന്നോ അടിമപ്പെട്ടുമല്ല. അവർ സാമ്പത്തികമായിട്ട് കുറഞ്ഞവരായിരിക്കാം, വിദ്യാഭ്യാസം ചിലപ്പോൾ കുറഞ്ഞവരായിരിക്കാം, വലിയ വലിയ ചിന്തവിഭാഗത്തിലായിരിക്കാം. എങ്കിലും അവർക്കൊരു മാനുഷിക പരിഗണന, മനുഷ്യത്വമുണ്ട്. സഹജീവി
സ്നേഹം. അതാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അക്ഷാഭ്യാസമില്ലാത്ത ബീഹാറിൽ, പ്രത്യേകിച്ച് ബീഹാറിൽ, യു പിയിലൊക്കെ ഹിന്ദു സമുദായം ഉൾപ്പെടെയുള്ള ഗ്രൂപ്പാണ്, സാധാരണക്കാരാണ് ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കിയത്, കോൺഗ്രസ് തകർത്തത്. അപ്പം അതൊക്കെ ഒരു കാര്യം തന്നെയാണ്. അവിടെ ഇന്നത്തെ പ്രധാന വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ്. സി പി എം മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ട്, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഉണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി കുറച്ച് അവസാനം വന്നപ്പോൾ കുറച്ച് വളർന്ന മാർക്സിസ്റ്റ് പാർട്ടി, സി പി എമ്മിനേക്കാൾ വളർന്നത് സി പി എം. ആദ്യമൊക്കെ CPI ആണ് വളർന്നത്. പ്രതിപക്ഷ അംഗീകരിച്ച അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് AKG ഒക്കെ പാർലമെന്റിൽ വന്ന സമയത്ത് കുറച്ചുകൂടി മനുഷ്യത്വമൊക്കെ ഉണ്ടായിരുന്നു. അത് AKG കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അതിനുശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് പറ്റി? ആരും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് കേവലം 2% മാത്രമാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ ബ്രാഹ്മണിക്ക് ലോബി. 10% മുന്നോക്ക സമുദായങ്ങൾ, സവർണ വിഭാഗങ്ങൾ. ബാക്കി അത് 90% പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ. അതൊക്കെ ഏതാണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് മോഡിജി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിക്കുമ്പോൾ ആ വിവേചനാധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തെ പിന്നോക്ക ലിസ്റ്റിൽപ്പെടുത്തി. വാസ്തവത്തിൽ മോഡി വർഗം എന്നാണ് പിന്നോക്കമല്ല, മുന്നോക്കം തന്നെയാണ്. ഇപ്പം പിണറായി വിജയൻ പറഞ്ഞില്ലേ, പിണറായി വിജയനൊക്കെ തീരെ ഞങ്ങൾ സവർണനാണ്, പിന്നോക്കനല്ല എന്ന് പറഞ്ഞ് കണ്ണൂർ കേന്ദ്രമാക്കി ഒരു 1.5 വർഷം മുമ്പ് 10,000 പേര് പങ്കെടുപ്പിച്ച് സമരമൊക്കെ നടത്തി സമ്മേളനം വെച്ചിട്ടുണ്ട്. ഈഴവരോ അല്ലെങ്കിൽ ചോനെന്നും പറയും, ഈഴവരെന്നും പറയും. അവർ പിന്നോക്കാണ്, ഞങ്ങൾ തീയർ വർഗ്ഗമാണ്, ഞങ്ങൾ മുന്നോക്കാണ്, ഞങ്ങൾക്ക് പിന്നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഈ പിണറായിക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പിണറായിക്കാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചു തുടങ്ങുന്നത്. അതിന് കൂടുതൽ കുറേ പറ്റം ബുദ്ധിശൂന്യരും. ഇത് 1964 CPM പിളരുന്നത്. ഡാങ്കി കേട്ടതില്ലേ? അത് തൊട്ട് മുൻപ് മാവോയ്ക്ക് കാണാൻ പോയി. അന്ന് CPM അധികം താല്പര്യം ചൈനയും CPIക്ക് റഷ്യ അങ്ങനെയൊക്കെ ആയിരുന്നു. മാവോയ്ക്ക് കാണാൻ പോയപ്പോൾ പൊളിറ്റ് ബ്യൂറോയിൽ അന്നും അംഗങ്ങളുണ്ടായിരുന്നു. ഇല്ല 11 അംഗങ്ങളുണ്ടായി. ആ മാവോ ചോദിച്ചേ 11 അംഗങ്ങളിൽ 9 പേരും ബ്രാഹ്മിൻസ്. ഇത് കേവലം ജനസംഖ്യയിൽ 2% മാത്രം ബ്രാഹ്മിൻസ്. ബാക്കി 2 പേര്, ഒരാൾ മുസ്ലിമും ഒരു നായരും. അന്ന് ചോരൊന്നും വന്നിട്ടില്ല. അപ്പം മാവ് ചോദിച്ചു അന്ന് പോയ നേതാക്കളോട്, ഈ 2% അത് ജനസംഖ്യയിൽ വിഭാഗത്തിന് 9% പൊളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനം കൊടുത്ത് നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? ഒരു മണ്ടന്മാരെ, കറക്റ്റില്ലത്. ഇതിനൊക്കെ വാക്കുകൊണ്ടല്ലേ പറയണ്ട്, കൈക്രിയാണ് ഈ വൃത്തിയുടെ കാണിക്കുന്നത്. അന്ന് മാവോ ചോദിച്ചില്ല നിങ്ങളോട്. അത് 67 പോയിട്ട് എത്ര വർഷമായി? 67 മുമ്പാണ്, ഒരു 63 കാണിച്ചില്ല. 61 പോയിട്ട് 37, 57, 57, 60, 3/4 നൂറ്റാണ്ടായി. 3/4 നൂറ്റാണ്ട് ഈ CPM എന്ന് പറയുന്ന ആ വൃത്തികെട്ട പ്രസ്ഥാനം, വൃത്തികെട്ട കുറേ നേതാക്കൾ കൈകാര്യം ചെയ്തിട്ട് ജനങ്ങളിൽ നിന്ന് അകത്തകത്ത് പോയില്ലേ? എന്തിനാ ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ മരമണ്ടന്മാർ പറയാതിരിക്കാൻ വയ്യ. ജനസംഖ്യാനുപാതി അനുസരിച്ച് ഒരു ജനങ്ങൾക്ക് ഒരു ഹോട്ടലുള്ളൂ. ടാറ്റയ്ക്ക് മൊയ്തീൻ ഷാക്ക് ഒരു ഹോട്ടലുള്ളൂ. നിങ്ങൾ കേവലം 9% മാത്രം ജനസംഖ്യകളിൽ നായർ വിഭാഗത്തിന് 10 മന്ത്രിസ്ഥാനം കൊടുത്തു, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്തില്ലേ, 11 മന്ത്രിസ്ഥാനം കൊടുത്തില്ലേ പിണറായി അടിക്കണത്? അതിന് നിങ്ങൾ വോട്ടിന് വേണ്ടി ജനങ്ങളിൽ ചെന്നാൽ നിങ്ങളെ ചൂലിൽ വെച്ച് അടിക്കേണ്ടതാണ്. വോട്ടർമാരുടെ സംസ്കാരം കൊണ്ട് കേരളത്തിലെ ബഹുമാന്യരായ വോട്ടർമാരുടെ സംസ്കാരമാണ്. അല്ലെങ്കിൽ ചാണകവെള്ളം തളിക്കണം, അല്ലെങ്കിൽ ചൂല് തടിക്കേണ്ട നിങ്ങളൊക്കെ. അത് ഈ വിഭാഗത്തിന് എന്തുമാത്രം അമർഷടാറിയോ? പക്ഷെ പിണറായി എന്നെ പേടിച്ചിട്ട് വെള്ളാപ്പള്ളി മിണ്ടൂല, ഒരു ചോരും മിണ്ടൂല. എന്നിട്ട് കുറ്റം മുഴുവൻ മുസ്ലിങ്ങൾ പേരിലേക്ക് വയ്ക്കും. അത് മറ്റൊരു തെമ്മാടി, ഇത് വേറൊരു തെമ്മാടി. ഈ തെമ്മാടികളൊക്കെ കൂടി ജനങ്ങൾ അകന്നു പോയി ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടോ ഇന്ന് ഇന്ത്യയിൽ? CPM ഉണ്ടോ? CPI ഉണ്ടോ? നിങ്ങൾ ഒരു കാര്യം പഠിക്കുക, കുറ്റകെട്ട കുറവട്ടെ. 1980 തുടങ്ങിയ ജനസംഘം പേര് BJP, ഭാരതീയ ജനതാ പാർട്ടി 2014 പ്രധാനമന്ത്രിയായിട്ട് മോഡി അതിന് മുമ്പ് 10 വർഷം മുമ്പ്. അപ്പോൾ ഏതാണ്ട് 20-25 വർഷം കൊണ്ട് അവർ ഇന്ത്യയിൽ ഏകപക്ഷമായിട്ട് ഭരിക്കാൻ അവസരം കിട്ടിയില്ലേ?
ഭരണത്തിൽ വന്നില്ലേ, വെറും 25 പേർക്ക് ആ നൂറ്റാണ്ട് എടുത്തില്ല. തെറ്റായിട്ട് ശരിയായിട്ടാ അവർ പോളിസി തെറ്റാൻ സംഭവിച്ചു. പക്ഷെ അവർ വിജയിച്ചു ആക്കാത് നമ്മൾ കക്കാൻ പോയി വിജയിക്കും. അത് തെറ്റും ശരി വേറെയാണ്. അവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ പോളിസി വെച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞ 73 നൂറ്റാണ്ട് CPIM കിട്ടിയിട്ട് എവിടെ പോയിടും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം? ഏതാണ്ട് 100 വർഷത്തായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിട്ട് ഇന്ത്യയിൽ. എന്നിട്ട് എവിടെ പോയിടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം? അപ്പോൾ അതെല്ലാം ഒരു പിടി സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗത്തിൻ്റെ കയ്യിലെ കളിപ്പാവിയായി. പാവപ്പെട്ട് ചോനയും പുലിനും കാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ആ അവഹേളിച്ചുകൊണ്ട് 2% ബ്രാഹ്മണ ലോബിക്ക് കൈയടിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരാണ്? പ്രകാശ് കാരാട്ട്, ഒന്നാം തരം നായർ. യെച്ചൂരി ബ്രാഹ്മൺ. യെച്ചൂരി കുറച്ചുകൂടി നല്ലവരായത് കേട്ടോ ബ്രാഹ്മണാണെങ്കിൽ. പ്രകാശ് കാട്ടല്ല, ആന്റണിയുടെ ഉമ്മൻചാണ്ടിയുടെ അച്ഛന് പിണറായിയുടെ വാലാട്ടി ആൾക്കാരുന്നു. ഇപ്പൊ വീണെടുത്ത് തലയിടുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ. ഞങ്ങൾ അന്ന് ഇന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല. ആ ഒരു പ്രത്യയശാസ്ത്രം നശിക്കാൻ പാടില്ലാത്ത പ്രത്യയശാസ്ത്രമാണ്. പക്ഷെ ഇത് നശിപ്പിച്ച് കളഞ്ഞല്ലേ. BJPക്ക് ആ കയ്യിലേക്ക് കൂടി കൊടുത്തില്ല നിങ്ങൾ കൊണ്ടുപോയി. പിണറായി സഖ ഒരുത്തൻ കാരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ചിന്തകരും വലിയ ചിന്തകരും കുന്തകന്മാരൊക്കെയാണ്. അന്ന് ഞങ്ങൾ ഇത്രയും വികാരം കൊണ്ട് പറയുന്നറിയോ, നിങ്ങളോട് ദേഷ്യം കൊണ്ടല്ല, നിങ്ങളിപ്പോൾ തിരുത്തി വെച്ചാൽ വേണ്ടിയാ, കമ്മ്യൂണിസ്റ്റ് നശിക്കാതിരിക്കാൻ വേണ്ടിയാ. പഠിക്കുന്ന കുട്ടിയെ അധ്യാപനം തല്ലും, അതിനർത്ഥം അധ്യാപനം കുട്ടിയോട് സ്നേഹമില്ലെന്നല്ല, ആ കുട്ടി കൂടുതൽ നന്നാകാൻ വേണ്ടിയാ. അതുപോലെ ഞാൻ ഈ പിണറായിയുടെ പേരെടുത്ത് വിമർശിക്കുന്നത് ആ പ്രസ്ഥാനം, പിണറായിയിലൂടെ പ്രസ്ഥാനം നശിക്കരുത്. ചരിത്രം നിങ്ങൾ രേഖപ്പെടുത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കാൻ കാരണം റോം വാസ് നോട്ട് ബിൽറ്റ് ഇന്ത്യയുടെ നിന്നുണ്ട്. റോം സാമ്രാജ്യം ഉണ്ടായത് ഒരു ദിവസം കൊണ്ടല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ റോം നശിക്കുന്ന കാര്യമുണ്ട്. അലൂമിനിയം കണ്ടുപിടിച്ചാണ് റോം നശിച്ചതാണ്. ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമില്ല. അതുപോലെ കഴിഞ്ഞ സംഭവമല്ലേ. ഒരാളുടെ കാര്യം പണ്ടന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരാളുടെ കാര്യം പറഞ്ഞില്ല. ഒരാളുടെ കാര്യം മനസ്സിലാക്കുന്നത് ബുദ്ധിമാന്മാരാ, പണ്ടന്മാരുടെ CPM പോട്ടെ. കഴിഞ്ഞ കാര്യങ്ങൾ പിടിക്കാൻ പാടില്ലേ. റോം വാസ് നോട്ട് ബിൽറ്റ് ഇന്ത്യയുടെ. റോം ഒരു ദിവസം ഉണ്ടാക്കിയല്ലെന്ന്. അപ്പോൾ റോം നശിക്കുന്നത് അലൂമിനിയം യൂമോ കന്നശേഷം. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഈ പിണറായിൽ കൂടിയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചത് എന്ന് നാളെ ചരിത്രം രേഖപ്പെടുത്താൻ പാടില്ല. അത് എന്നെപ്പോഴും 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യൻ ജനതയ്ക്ക് സംഘമുള്ള കാര്യമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടുണ്ട്. അതുകൊണ്ട് ഇത്രയും വിമർശിക്കുന്നതല്ല. നമുക്ക് പിണറായി കൊടുത്ത് ഇഷ്ടക്കുറവുണ്ടായിട്ടോ അല്ലെങ്കിൽ വേറൊന്നുമില്ല. ഇപ്പോൾ ബേബി ഉണ്ടല്ലോ, ഇപ്പോഴെങ്കിലും ബേബിക്ക് തല ഉയർത്തി പറയാൻ പാടില്ല, പിണറായി സഖാവേ നിങ്ങൾ മാറണം. അവിടെ പുതിയ തലമുറ ഏൽപ്പിക്കണം, പുതിയ ആൾക്കാരെ ഏൽപ്പിക്കണം. ഇനി പിണറായി മാറിയല്ല, രാജഗോപാൽ മറ്റൊരു നായർ. അപ്പോൾ പിന്നോക്കം തെളിയുന്ന ന്യൂനപക്ഷങ്ങൾക്കോ ഈഴവന് കൊടുക്കാൻ പറ്റില്ല. എടോ ആകെ 23% ഉള്ള ഈഴ വിഭാഗത്തിൽ 85% വോട്ടും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ വരെ ചെയ്തിരിക്കുന്നത് CPM-നാണ്. അങ്ങനെ ജയിച്ച് കഴിഞ്ഞ മുമ്പത്തെ അസംബ്ലി ഇലക്ഷൻ അതിനാണ്. അങ്ങനെ ജയിച്ചതും മന്ത്രിസ്ഥാനം കിട്ടുമ്പോഴേ വിജയന് ഇപ്പം മുഖ്യമന്ത്രി കിട്ടിയതിൻ്റെ പേരില്ല, പിന്നെ സമുദായത്തെ മറന്നുപോയി. അങ്ങനെ വർഗം ഉണ്ടെന്ന് പിണറായി ചിന്തിച്ചില്ല. പിണറായി കിടക്കുന്ന ധാരണ. പിണറായി എന്ന് പറയുമ്പോൾ നാണക്കേട് നാളായിട്ട് പറഞ്ഞു, ആ പ്രദേശത്ത് നാണക്കേടത്. ഇപ്പം പിന്നെ വീണയുടെ പേര് വീണായി വിജയനിൽ വീണ കൊണ്ടോട്ടിയതാണ് പേര് വീട്ടുകാരായിട്ട് പറഞ്ഞത്. പിന്നെ വിജയം പറഞ്ഞില്ല. അതുപോലെ പിണറായി എന്ന് പറയുമ്പോൾ നമുക്ക് നാണക്കേടെന്ന് പറഞ്ഞപ്പോൾ അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്, ആ സ്ഥലത്തിന് പേര് ദോഷമാണ്. ചിന്തിച്ചു നിങ്ങൾ ആരെങ്കിലും 10 മന്ത്രിസ്ഥാനം ഈ 9% നായർ വിഭാഗത്തും, അത് നായർ വിഭാഗത്തിൽ LDF കിട്ടുന്നത് 100 വോട്ട് എന്ന് ചെയ്യുമ്പോൾ ഒരു വോട്ടേ കിട്ടുള്ളൂ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നെറികെട്ട നേതാക്കളെ പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഒരു വിഭാഗത്തെ 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് നായർ നിങ്ങൾക്ക് കിട്ടുന്നത്. മറിച്ച് ഈഴവന് എത്ര കിട്ടും? 23% 90% അല്ലെങ്കിൽ 85% കിട്ടുമ്പോൾ 20 വോട്ട് കിട്ടും. അതായത് 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 20 വോട്ട് കിട്ടുന്നത് ഈഴവൻ്റെയാണ്. ബാക്കി 3 വോട്ടാണ് മറ്റുള്ളവർക്ക് പോകുള്ളൂ. അതാണ് ഓരോ വോട്ടെന്ന് പറഞ്ഞത്. കോൺഗ്രസിനും BJPക്കും. ഈ നായരുടെ 100 വോട്ടിയും ഒരു വോട്ടാണ് കിട്ടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസ് അതിൻ്റെയാണ്. അത് അവർക്ക് കൊടുത്ത് 10 മന്ത്രിസ്ഥാനം ഒരു ഡെപ്യൂട്ടി സ്പീക്കറാണ്. 11 മന്ത്രിസ്ഥാനം പറഞ്ഞത്. അത് ഈഴം എത്ര കൊടുത്തോ? പിണറായി നിങ്ങൾ ഈഴം എത്ര കൊടുത്ത്? വെള്ളപ്പള്ളി മിണ്ടിയോ? വെള്ളപ്പള്ളി കേസ് രക്ഷപ്പെടുത്താൻ പറ്റി പിണറായിക്ക് മിണ്ടില്ല, മോഡിക്ക് മിണ്ടില്ല. മോഡിക്ക് മകനെ വിട്ടുകൊടുത്തു, അങ്ങോട്ട് ആനയെ വിട്ടു, ആനയോടെ വിട്ടുകൊടുത്തോലെ മകനെ വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ അകത്ത് കൊടുക്കും.
അത് ഒഴിവാക്കാൻ വേണ്ടി. ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല കേൾക്കണം. ഈ സഖാക്കളുടെ പിണറായി ഉൾപ്പെടെ മുന്നോക്ക ജാതിയോട് പറയാണ്, എടോ നിങ്ങളുടെ ലഹളയിൽ മരിച്ച എത്ര ഈഴവരുണ്ടോ, അല്ലെങ്കിൽ എത്ര നായരുണ്ടോ, എത്ര നമ്പൂരുണ്ടോ, എത്ര മുന്നോക്ക സമുദായമുണ്ട്? ഈഴവരാതി പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങളിലൂടെ കൊലപാതകം അല്ലെങ്കിൽ കൊന്നതിൽ എല്ലാം രക്തസാക്ഷികളിൽ. നിങ്ങൾ കണ്ണൂർ ഒരു പയ്യണ്ടായിരുന്നു, ഒന്നാലും പുലയനാണ്, SFI ആണ്. അതേസമയത്ത് മറ്റൊരു BJP RSകാരൻ്റെ അയ്യപ്പൻ തൊട്ട് 10 ആൾക്ക് മതി, അവരെയൊക്കെ നിങ്ങൾ ബോംബറിച്ച് കൊല്ലുന്നില്ലേ? ഓർക്കണ്ട എങ്ങനെയാണ് ഇയാൾ മരിച്ചത്? ആ ഇടുക്കിക്കാരൻ പയ്യൻ, പേര് മഹാരാജ് കോളേജിൽ. ആ മഹാരാജ് കോളേജ് പയ്യനാന്ന് 100-ൽ പരം പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, നിർബന്ധിച്ച് വരാൻ പറഞ്ഞു. അതാരാന്ന് വിളിച്ചാൽ തന്നെ അറിയാം കൊലപാതകക്കാരാന്ന്. അത് ചെക്ക് ചെയ്തോ? കാരണം പിണറായി ഭരിക്കുകയാണ്, 10 വർഷമായിട്ട് ഭരിക്കുകയാണ്, ആഭ്യന്തരമൊക്കെ അവരുടെ കയ്യിലാണ്. ആ കോൾ ഹിസ്റ്ററി എടുത്തിട്ട് ഇത് വന്ന ഒറ്റ കാരണം മതി അതിനെ കൊലപാതകം പിടിക്കാൻ. എന്നിട്ട് പണം കൊടുത്ത് STPI കാട്ടുകാരുടെ ഏൽപ്പിച്ചില്ലേ? കൊല്ലാൻ വേണ്ടി എടുത്തല്ലിടൂ, ആ രക്തസാക്ഷി ഉണ്ടാക്കാൻ വേണ്ടിയില്ലത്. അപ്പോൾ ആ ബുദ്ധിമാനെ പയ്യനായത് നാളെ മറ്റേ അംബേദ്കർ ആകേണ്ടതാണ്. മുളയിൽ നുള്ളിക്കളഞ്ഞ് ഇവരൊന്നും വളർത്താൻ പാടില്ല. എവിടെ മണി എങ്ങനെയാണോ ചത്തത്? സിനിമാടൻ മണി, പിന്നെ നമ്മുടെ വിജയ് ഉണ്ടല്ലോ, ആ CI IFSകാരൻ, IASകാരൻ, IPSകാരൻ, 3 ഡിഗ്രിയുള്ള ഒരു ദളിത്. MBDAക്ക് 15 കോടി രൂപ നഷ്ടം പറ്റി. MBDAക്ക് ഈ മനുഷ്യൻ 15 കോടി ലാഭം ഉണ്ടാക്കി. എന്നാൽ 30 കോടി ലാഭം ഉണ്ടാക്കില്ലേ, 15 കോടി നഷ്ടം തീർന്നൊരു. അതിൻ്റെ പുള്ളി കിട്ടിയ പുള്ളി ജീവങ്ങ് പോയി. അത് കൊണ്ടുവരുന്ന ഒരു നമ്മോട് പറഞ്ഞാൽ അലക്സാണ്ടർ, ഇപ്പോൾ ചെറിയാൻ അത് കഴിയാന്നത്, ചെറിയാൻ ലാഭം ഉണ്ടാക്കിയത്, ചെറിയാൻ ലാഭം പോയിപ്പോൾ കരുതി കൂടി ചെയ്താണ്. വല്ല കേസുണ്ടായോ? തെളിവ് കിട്ടിയോ? അയാൾക്ക് നാളെ ചീഫ് സെക്രട്ടറി ആക്കേണ്ടതാണ്. ചീഫ് സെക്രട്ടറി ആയി കഴിഞ്ഞാലല്ലേ ഒരു പേരക്ക് 10 രൂപയുടെ പേരക്ക് 100 എഴുതിയാൽ ബില്ലിട്ടാണ്. ഇയാളൊന്ന് ചെക്ക് ചെയ്താൽ ഇയാൾ അഴിമതി കൂട്ടിക്കില്ല, ആകെ തകടം പറയും. അപ്പോൾ അവിടെ പേര് എത്താൻ പാടില്ല. കൊന്നുകളഞ്ഞില്ലേ സോമൻ, SI സോമൻ, പോലീസ് സ്റ്റേഷൻ വെച്ച് വെടിവെച്ച് ഒന്നില്ല, ഒരു തെളിവില്ലാതെ പോലോ. അപ്പോൾ ബുദ്ധിയുള്ള കഴിവുള്ള ദളിൽ നിന്ന് പിന്നോക്കിൽ നിന്ന് ഒരാൾ വളർന്നു പോകാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ഞാനൊരു 30 വർഷം മുമ്പ് പറഞ്ഞെങ്കിൽ എന്നെ തട്ടിക്കളഞ്ഞേനെ. ഇനിയിപ്പോൾ തട്ടിയിട്ട് കാര്യമില്ല. കാരണം 10 എടുത്ത് ശരി എത്ര നാളിന് എന്തോ ഒരു ശല്യം ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അതുകൊണ്ട് ഒരു 6 ദിവസം ഒന്നും തട്ടൂല, കമ്മ്യൂണിസ്റ്റ് തട്ടൂല. തട്ടിട്ട് കാര്യം വെറുതെ ഒരു ശവം തീർക്കാന്നല്ലോ. അപ്പം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കാൻ പാടില്ല തീർക്കപ്പെടുന്നത്. നിങ്ങൾ എന്ത് മാനദണ്ഡം വെച്ചാണ് ഈ വീട് പിണറായി ഏൽപ്പിച്ചിരിക്കുന്നത്? ഇതോടെ തീരാൻ പോവില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞ് സംഘപരിവാറിന് താല്പര്യം മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴേ ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, തെറ്റില്ല. അതുകൊണ്ട് എനിക്ക് അന്ന് ആൾക്കാർ കാണികൾ കുറവായിരുന്നു. 1969 വിമാനത്താവളം എറണാകുളം ജില്ലയുടെ വടക്ക് ഭാഗത്തേക്ക് മാറ്റിൻ്റെ വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്തം പറഞ്ഞ ആൾക്കാരാണ്. വിമാനത്താവളം വന്നിട്ട് 30 വർഷം കഴിഞ്ഞിലിടും. അങ്കമാലിയൊരു മെഗാ പൈപ്പ് ഹൗസ് വേണമെന്ന് പറഞ്ഞത് 37 വർഷം കഴിഞ്ഞാലും ഗവൺമെൻറ് അംഗീകരിച്ചോ? ഇനി ഫോർട്ട് കൊച്ചിയിൽ അടിയിൽ കൂടിയോ മുകളിൽ കൂടിയോ, കടലിനടിയിൽ കൂടിയോ മുകളിൽ കൂടിയോ പാലം വേണമെന്നുള്ളത് അതുണ്ട്. മാറമ്പള്ളിയിൽ പാലം പണിതൊക്കെ, അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് ലാഭിക്കാൻ വേണ്ടിയില്ല. എനിക്ക് ലാഭം ഉണ്ടാക്കണം എനിക്കിതല്ല. അത് ജഗതി പറയുമ്പോലെ, ജഗതി എൻ്റെ ഗർഭം അങ്ങനെയാണെന്ന് പറയുമ്പോൾ എനിക്ക് ലാഭം ഉണ്ടാക്കുകയാണ്, എൻ്റെ കുടുംബത്തിന് പണം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതല്ല. അത് കളി വേറെയാണ്. ആ കളി നമുക്കറിയാം, പക്ഷെ നമുക്ക് താല്പര്യമില്ല. കാരണം അങ്ങനെ എനിക്ക് ലാഭം ഉണ്ടാക്കാനും കുടുംബത്തിന് പണം ഉണ്ടാക്കണം. അപ്പം ജീവിക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ ചെയ്യുന്നുണ്ട്. അല്ല അമിതമായി അഴിമതി ചെയ്ത് പണം ഉണ്ടാക്കുന്ന ആഗ്രഹമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് ഇനി, എന്നാണ് നിങ്ങൾ തിരിച്ചറിവ് വരുന്നത്? പോളിറ്റ് ബ്യൂറോയിൽ ഇപ്പോഴും എത്ര പേരുണ്ടോ? ദളിത് എത്ര ഉണ്ടോ? എത്ര മുസ്ലിം ഉണ്ടോ? എത്ര ഈഴവനുണ്ടോ? ഇപ്പോഴും സ്റ്റില്ലാവൂ 2026 100 വർഷമാകുമ്പോൾ അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വന്നിട്ട് എവിടെയാണോ നിങ്ങൾ വളർന്നത്? അതുപോലെ നശിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഏതാണ്ട് 100 വർഷമേ അവർ വന്നിട്ട്. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അനുഭവിച്ചില്ലേ? ഇപ്പം എന്നാൽ ഷാജിയുടെ ഒരു പ്രസ്താവമുണ്ട്. മറ്റേ മാഷ പത്മാഭനെ കോടതി വിടവ് കിട്ടുമ്പോഴേ ഷാജിയുടെ പ്രസംഗം പത്മാനെ കുറ്റപ്പെടുത്തിയല്ല, മറ്റെന്തോ രീതി പറഞ്ഞത്. മുഴുവൻ പ്രസംഗം കേട്ടില്ലെങ്കിലും എന്തിനാണോ ഇങ്ങനെയൊക്കെ മരിക്കാൻ പാടില്ല? സംഘപരിവാറിനൊക്കെ പേടിച്ച് ആളുകൾ അവർക്ക് രഹസ്യമായിട്ട് കലർന്ന് നിൽക്കുന്ന നിങ്ങളൊക്കെ എന്ത് മുസ്ലിം സേവനമാണ്? ഇന്നലെ ഞാനൊരു
ex-MLA, എല്ലാവരും അറിയുന്ന ആളാണ്. അദ്ദേഹം ഞങ്ങൾ ഇന്ന് രാവിലെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറയും, മുസ്ലിങ്ങൾ എന്തൊക്കെ തീവ്രവാദം പറഞ്ഞാലും മറ്റ് ജാതികൾക്ക് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നില്ല. പക്ഷെ സംഘപരിവാറിനല്ല, ഹിന്ദുക്കൾ, പിന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പം ജനാധിപത്യ അതയിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അർബൻ നക്സൈറ്റും അവരും ഇന്ത്യയിൽ ജീവിക്കാൻ പോലും അവകാശമില്ല എന്ന് പറഞ്ഞാൽ അതും ഈ മുസ്ലിം തീവ്രവാദം ഒരുപോലെ കണക്കാക്കാൻ പറ്റുമോ? തീവ്രവാദം ഏത് തീവ്രവാദം തെറ്റിട്ട് ആ സംശയമൊന്നുമില്ല. നമ്മൾ അനുകൂലിക്കാനും പാടില്ല. ഭീകരവാദമോ തീവ്രവാദമോ വിഘടനവാദമോ ഒന്നും അനുവദിക്കാൻ പാടില്ല. പക്ഷെ അതിനേക്കാൾ അത് ന്യൂനപക്ഷം പറയുന്ന ഭീകരവാദങ്ങൾ എത്രയോ ഭയാനകമായിരിക്കും ഭൂരിപക്ഷം പറയുന്ന ഫാസിസം ശരിയാണ്. ഇവിടെ ന്യൂനപക്ഷ ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദം തെറ്റാണ്. ഇത് പറയുന്ന ബുദ്ധിജീവികളുടെ ചന്തിക്കടിക്കണ്ടേ? എടോ, ഞാനും ബുദ്ധിജീവി എന്ന് ഞാൻ പറയില്ല, ഇനി ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന നിങ്ങളിൽ ഓരോ പ്രവൃത്തി എന്നുള്ള ഉദ്ദേശം മനസ്സിലാക്കാൻ അല്പം മനഃശാസ്ത്ര വിദ്യാർത്ഥിയായിപ്പോയി, മനഃശാസ്ത്രം പഠിക്കാൻ ശ്രമിച്ചു. അതാണ് ഇതിൻ്റെ കുഴപ്പം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളൊപ്പം നിന്നേനെ, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുമ്പോൾ അവിടെ തെറ്റ് നടന്നു. അതായത് ഒരു പശു തൊട്ടടുത്ത കൃഷി സ്ഥലത്ത് ഈ ഞാറ്റടി എന്ന് പറയും, അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കണിയാർ കല്ലെടുത്ത് എറിയാൻ വേണ്ടി. അപ്പോൾ കണിയാർ നോക്കുമ്പോൾ എവിടെയും മർമ്മമാണ് പശുവിനെ. അവസാനം കണിയാർ എറിഞ്ഞില്ല, പശു പുല്ലാതെ അത് ഇന്ന് കഴിച്ചപ്പോൾ പശു തന്നെ പോയി. അതുപോലെ എനിക്ക് എൻ്റെ ഗ്രൂപ്പിനെ ഇതുപോലെ ആലോചിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിന് മുന്നിൽ നിന്ന് എന്തെങ്കിലും കൃത്രിമം കാണിച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടേ? നമ്മൾ ചെയ്യാത്തത് നമുക്ക് പറ്റുന്നില്ല, അത് മനസ്സ് ഉൾക്കൊള്ളുന്നില്ല, മനസ്സ് സമ്മതിക്കില്ല. അതാണ് സംഗതി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ശ്രദ്ധിക്കുക. കേരളത്തിൽ അവസരമുണ്ട്, ഇന്ത്യയിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. ഇന്ത്യയിൽ ഏതായാലും BJPയുടെ ഭരണം അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വളർച്ച അത് കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് മാക്സിമം എത്തിയിട്ട് ഇനി മുന്നോട്ട് പോവില്ല. അപ്പോൾ ഇവർ ഇപ്പോൾ ചാൻസ് ഉണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാരണം ഒരു മുഖ്യമന്ത്രി, ഒരു മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ എത്ര കോടികളുണ്ടാക്കി എന്തെല്ലാം സോഴ്സ് ഉണ്ട്. വെണ്ണയിൽ നൂല് വലിച്ചെടുക്കുമ്പോൾ സ്മൂത്തായിട്ട് വീട്ടിൽ കോടികൾ വരും. ഒരു കണക്കും പറയേണ്ട, ആരും ചോദിക്കുമല്ല. അങ്ങനെ ഉള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഈ പിണറായി വിജയനും മോൾ പാവാക്കുട്ടി അവരെയൊക്കെ ഈ ആരോപണത്തെ ആ കൊച്ചെന്ത് വിഷമിക്കുന്നത്? എൻ്റെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ, മുഖത്ത് നോക്കി എന്ത് സുന്ദരിയായ പെൺകുട്ടിയാണ്, ചെറുപ്പമല്ലേ. അവർക്ക് എത്ര ദിവസമായി അവർ ഉറങ്ങിയിട്ട് വല്ല കാര്യം. ആ മകളെയൊക്കെ ഉൾപ്പെടുത്തിയാണ്. നിങ്ങൾ എന്ത് തെമ്മാട്ടം ചെയ്യാൻ എന്ത് കൈക്കൂലി എഴുതി ആ കൊച്ചിനെന്തിന് ഉൾപ്പെടുത്തി? അതല്ല ചോദ്യത്തിൻ്റെ. എന്തിനു വേണ്ടി ഇത്ര പിണറായി താനൊക്കെ എത്ര കാലം ജീവിക്കണോ ഈ ലോകത്ത്? എത്ര കൊല്ലം ജീവിക്കും? പറയാൻ പാടില്ല. എണ്ണിക്കൂടെ വയ്യ 3 കൊല്ലം ജീവിക്കുമോ? അത് കണ്ട് പ്രശ്നങ്ങളുണ്ട് ആരോഗ്യമായിട്ട്. അത് നിങ്ങളാണ് അപ്പോൾ എന്താ മകളെ ഈ പ്രശ്നത്തിലുണ്ടാക്കി നാൻ്റെ കയറി ആ ചെറുക്കന് കല്യാണം കഴിച്ചു കൊടുത്ത്, ആ മുസ്ലിം പയ്യനെ കല്യാണം കഴിച്ചു, അവനും നാറ്റിച്ച്, അവനും നാറി, കുടുംബം നാറി. എന്തിന്? അത് എന്ത് നേടി? സമാധാനം ഇരിക്കാൻ പറ്റുന്നുണ്ടോ? കേവലം 3 വർഷം കൂടി ഈ ലോകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. മറ്റു രീതിയിലൊക്കെ വെച്ചുമ്പോൾ പല ആരോഗ്യശാസ്ത്രം മനസ്സിലാക്കുമല്ലോ, അങ്ങനെ എത്ര കയറുമില്ല. അതിനു വേണ്ടി ഇത്രയും നാണക്കേട ഒരു പാർട്ടിയെ തകർത്ത് കളഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ കേരളത്തിൽ തകർത്ത് കളഞ്ഞ് താൻ ഒരാളല്ലടൂ. ബുദ്ധി എടുക്കാൻ ചെയ്യുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു മുഖ്യമന്ത്രിക്ക് പണം ഉണ്ടാക്കാൻ വലിയ പ്രയാസമുണ്ടോ? എത്ര ലക്ഷം പണി, എത്ര കോടി പണികൾ വീട്ടിൽ കൊണ്ടുതരില്ല, യാതൊരു കണക്കും പറയേണ്ട, ആരും ചോദിക്കുകയില്ല. അല്ലെ പണ്ട് സർദാരി പറയും പോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭർത്താവ് സർദാരി 10% കമ്മീഷൻ, പുള്ളി എന്തിനും 10% അതുപോലെ 10% നിങ്ങളുടെ വീട്ടിലെത്തും. നിങ്ങൾ പറയുന്ന അക്കൗണ്ടിൽ കിട്ടരും. പിന്നെ ഈ നാണക്കേട് ആകെ 18 കോടിയോ 1.8 കോടി, എനിക്ക് ചെറിയ സംഖ്യ ഈ വീടെ പേരുകൾ. അത് ഈ നാണക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ സംബന്ധിച്ചപ്പോഴത്തെ കണ്ടീഷൻ 18 കോടിയൊക്കെ വെറും മിഠായി കാശല്ലുള്ളൂ. ഞാൻ ഇത് പറയുന്നത് ഞാൻ വൈരാഗ്യം വെച്ച പിണക്കല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോലെ നിങ്ങളെക്കുറിച്ച് വളരെ അഭിമാനപ്പെട്ട ആളാണ്. ഏത് അഭിമാനത്തെ അറിയുമോ? അതുകൊണ്ട് പറയാൻ നിർത്താം. കുഞ്ഞാലിക്കുട്ടി സാഹിബും അന്തോണി മുഖ്യമന്ത്രി വയ്ക്കുമ്പോൾ മാറാട് ചെന്നല്ലേ, അപ്പോൾ കുമ്മനം ചന്ദ്രശേഖരൻ മുസ്ലിം പ്രവേശിക്കില്ല. ഇപ്പോൾ എന്താണ് അന്തോണി പറഞ്ഞത്? എന്താ സാഹിബ് റെസ്റ്റ് ഹൗസിൽ റെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ പോയി. പിറ്റേ ദിവസം പിണറായി സഖാവ് വന്ന് അങ്ങനെ വന്ന് VKC മുഹമ്മദ് പിന്നെ മറ്റേ പുള്ളി, അങ്ങനെ 3 പേരായിട്ട് വന്ന്
അപ്പോഴും ഇയാൾ തടഞ്ഞ് കൈ തട്ടി ആരാന്ന് പറഞ്ഞ് തട്ടി മാറ്റി അവരെല്ലാം അകത്ത് കൊണ്ടുപോയി. ആ തൻ്റെ അടുത്ത് ഞങ്ങൾ അംഗീകരിക്കുന്ന അഭിമാനമുള്ളായിരുന്നു. പിണറായി അതൊക്കെ വെച്ച് നോക്കും. പിണറായി സഖാവ് ഞങ്ങളുടെ അഭിമാനമാണ്, സ്വകാര്യ അഹങ്കാരമായിരുന്നു. ആ വെണ്ണ കേടാവുമ്പോൾ പാല് കേടാവുമ്പോൾ കൂടുതൽ മോശം. ആ ആള് മോശമായപ്പോൾ ഞങ്ങൾ ഇത്ര സഹിക്കാൻ പ്രയാസം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ പണ്ട് കാര്യമുണ്ടോ? ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത്, ദൈവം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയില്ല, മനുഷ്യത്വം ഓർത്ത്, രാജ്യസ്നേഹം ഓർത്ത്, പാർട്ടി സ്നേഹം ഓർത്ത് നിങ്ങൾ വഴി മാറിക്കൊടുക്കുക. എന്നിട്ട് പുതിയ തലമുറ ഏൽപ്പിക്കുക. ഈ കാട്ടുകള്ളന്മാരൊക്കെ മാറ്റി, ഈ ബേബി ഗീബി ഗൂബി മറ്റുള്ള നിങ്ങൾ CPI കുറ്റം. CPI രാജ്യ ദളിതാണ് ഓക്കെ, പക്ഷെ രാജകല്ല ആനി രാജ്യ ഇപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത് 2% പോലും ടോട്ടൽ ജനസംഖ്യ. എന്നിട്ട് അയാൾ തന്നെ വീണ്ടും ആക്കാൻ പറയട്ടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI. എന്നിട്ട് ഇപ്പോൾ ഇയാൾ ഇപ്പോൾ സെക്രട്ടറി വലിയ തത്വം വേണം, ഞങ്ങൾക്ക് പ്രതിപക്ഷ ഡെപ്യൂട്ടി സ്ഥാനം വേണം, ഞങ്ങൾ മുന്നണി വിടുക. കേടോ, ഈ രാജ്യത്തിൻ്റെ വീടായ കാർന്ന് വരെ തന്നെ വീടും ആക്കിയപ്പോഴേ നിങ്ങൾക്ക് നാട്ടിലുണ്ടായില്ലേ ഒരു പുതുമുഖത്ത് കൊടുക്കാൻ പറ്റില്ല. രാജ്യത്ത് തന്നെ എടുക്കുക 10-90 വയസ്സുണ്ടെന്ന് പറയുക. ഇപ്പോൾ ക്രിസ്ത്യാനിയും കഴിച്ചോ, ആനി കല്യാണം കഴിച്ച ആനി രാജ്യല്ലേ, അപ്പോൾ അതിൻ്റെ ക്രിസ്ത്യൻ തന്നെയാണ്. അപ്പം ജനസംഖ്യ നോക്കണ്ടേ? ആ CPI ഇപ്പം സെക്രട്ടറി ഏകോൽമതി വലിയ ഒരു ചർച്ച നോക്കണ്ട. ഞങ്ങൾ ഡെപ്യൂട്ടി പ്രതിപക്ഷ സ്ഥാനം വേണം, അല്ലെങ്കിൽ പാർട്ടി വിടും, അങ്ങനെ വിടും ഇങ്ങനെ വിടും നോക്കട്ടെ. ഇതൊക്കെ നിങ്ങളെന്താ നോക്കാത്തത്? ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ 60 വയസ്സിൽ താഴെയുള്ളവർക്കല്ലാതെ ഒരു സ്ഥാനം കൊടുക്കരുത്. 60 വയസ്സിൽ താഴെ ഇരിക്കും. അതുപോലെ 40 വയസ്സിൽ കൂടുതലായിരിക്കും MLA MP വെക്കണം. 4 സർക്കാർ നിയമം അങ്ങനെ പാലിക്കണം. 21 വയസ്സ് കഴിഞ്ഞാൽ 25 വയസ്സ് കഴിഞ്ഞാൽ പാർലമെന്റിലേക്കും, 35 വയസ്സായിട്ട് കഴിഞ്ഞാൽ പ്രസിഡന്റ് മത്സരിക്കും. അത് കിടന്നോട്ടെ. പക്ഷെ പാർട്ടിയാണ് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്. പാർട്ടി തീരുമാനിക്കണം. 40 വയസ്സ് ഉള്ളിൽ കഴിഞ്ഞവരും മാത്രമേ MLA ആയിട്ട് മത്സരം പറ്റുള്ളൂ. അപ്പോൾ കുറേ ചാൻസ് കിട്ടും. ഇത് 21 വയസ്സ് അച്ഛൻ മരിച്ച 21 വയസ്സാഴ്ച അപ്പോൾ അവർ ആഘോഷിച്ചു വരാണ്. അതൊരു 20, 30, 40, 50, 60 വർഷക്കാലം വെള്ളം കോരിയെടുത്ത ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കാനായിട്ട് അപ്പം മരിച്ചതിന് പേരിൽ, അച്ഛൻ മരിച്ചതിന്, വാപ്പ മരിച്ചതിന് പേരിൽ മോന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. എന്ത് നീതിയാണോ ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.